ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഓഗസ്റ്റ് 24 നടന്ന സെറ്റ് മലയാളം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിന്റെ 4ാമത്തെ പാർട്ടിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കോഡ് ബി ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ 3 പാർട്ടുകൾ 30 ചോദ്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പുതിയൊരു പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. റെഡിയല്ലേ എല്ലാവരും? യെസ്. അപ്പൊ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അടുത്ത പാട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലാസ്സിനെ കുറിച്ചിട്ട് അഭിപ്രായമുണ്ട് എന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത പാർട്ട് എടുക്കുക. അപ്പൊ കൃത്യമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ തന്നെയായിരിക്കും 31ാമത്തെ ചോദ്യം. പാലുവം പെണ്ണ് എന്ന സ്ത്രീ കഥാപാത്രം ഏതു പാട്ടിലാണ് ഉള്ളത്? ഇത് PYQ ആണ്. പാലുവം പെണ്ണ് എന്ന സ്ത്രീ കഥാപാത്രം ഏത് പാട്ടിലാണുള്ളത്? പയ്യന്നൂർ പാട്ട്, ചെങ്ങന്നൂർ കുഞ്ഞാതി, പുത്തരിയങ്കം, ഉലകുട പെരുമാൾ കഥ. നോക്കൂ, പുത്തരിയങ്കം ഇന്നത്തെ ചോദ്യ പേപ്പറിലെ ഈ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2ാമത്തെ വട്ടം നമ്മൾ കാണുന്നേ അല്ലെ? യെസ്. പാലുവം പെണ്ണ് എന്ന സ്ത്രീ കഥാപാത്രം ഏത് പാട്ടിലാണുള്ളത്? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. പയ്യന്നൂർ പാട്ടിൽ നമുക്കറിയാം നീലകേശിനിയാണ് നായിക. അതല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും അല്ലെ? യെസ്. പുത്തരിയങ്കത്തിൽ എന്തായാലും പാലുവം പെണ്ണ് വരുന്നില്ല. ഉലകുട പെരുമാൾ പാട്ടുകഥയിലും വരുന്നില്ല. അപ്പൊ എവിടെയായിരിക്കും പാലുവം പെണ്ണ് എന്നുള്ള സ്ത്രീ കഥാപാത്രം കടന്നു വരുന്ന പാട്ടുകാവ്യം? അല്ലെങ്കിൽ ഏത് പാട്ടുകാവ്യമല്ല, ഏത് പാട്ടിലാണ് കടന്നു വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏത് പാട്ടിലാണ്? യെസ്, ചെങ്ങന്നൂർ കുഞ്ഞാതി. ഓക്കെ, ചെങ്ങന്നൂർ കുഞ്ഞാതിയിലാണ് ഓക്കെ വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ? യെസ്. ഇതിനെ കുറിച്ചിട്ട് പഠനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ചെങ്ങന്നൂർ കുഞ്ഞാതിയെ കുറിച്ചിട്ട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. ചെങ്ങന്നൂർ കുഞ്ഞാതി ഒരു പുരാവൃത്തം എന്ന പേരില് പഠനം വന്നിട്ടുണ്ട്. ചെങ്ങന്നൂർ കുഞ്ഞാതി ഒരു പുരാവൃത്തം, ചെങ്ങന്നൂർ കുഞ്ഞാതി ഒരു പുരാവൃത്തം എന്ന പേരിൽ പഠനം വന്നിട്ടുണ്ട്. ഡോക്ടർ ചേരാവള്ളി ശശി അദ്ദേഹത്തിന്റെ കൃതിയാണത്. ചെങ്ങന്നൂർ കുഞ്ഞാതി എന്നാണ്, ചെങ്ങന്നൂർ കുഞ്ഞാതി എന്നില്ല, ചെങ്ങന്നൂർ കുഞ്ഞാതി. ഓക്കെ, ക്ലിയർ അല്ലേ? പറയവർഗത്തിൽ ജനിച്ച ചെങ്ങന്നൂർ കുഞ്ഞിനെ പറ്റിയിട്ടുള്ള പാട്ടാണിത്. ഇത് തെക്കൻ പാട്ടിൽ പെടുന്നതാണ്. തെക്കൻ പാട്ടാണ്. ക്ലിയർ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 32ാമത്തെ ചോദ്യം. നല്ല ഹൈമവധ ഭൂവിലേറയാൽ കൊല്ലം എന്നൊരു വിഭാത വേളയിൽ എന്നാരംഭിക്കുന്ന കാവ്യം. ഇത് സിമ്പിൾ ആണ് മക്കളെ. ഇത് റിപ്പീറ്റഡ് ആണ് മക്കളെ. ഞാൻ എല്ലാ ചോദ്യങ്ങളും റിപ്പീറ്റ് എന്ന് പറയുമ്പോ ഇതെല്ലാ ചോദ്യങ്ങളും പറയുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാതും റിപ്പീറ്റഡ് ആണ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഞാനിപ്പോ നെറ്റിന് പഠിക്കുന്ന കുട്ടികളോടും HSSTക്ക് പഠിക്കുന്ന കുട്ടികളോടും അടക്കം പറയും, മക്കളെ സെറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റെഫർ ചെയ്തോ, അത്രയും നല്ലതാണ്. ഓക്കെ, ഏതായിരിക്കും? ലീലയാണോ, ദുരവസ്ഥയാണോ, നളിനിയാണോ? നല്ല ഹൈമവധ ഭൂവിലേറയ. യെസ്, ഇത് നളിനിയാണ് ആരംഭിക്കുന്നത്. നളിനിയിലാണ് നളിനിയാണ് ഈ വരിയോടെ ആരംഭിക്കുന്നത്. ഓക്കെ, ലീല, ദുരവസ്ഥ, നളിനി, ചണ്ടാല ഭിക്ഷുകി. ആരുടെ കവിതകളാണ് ഇതൊക്കെ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. എന്ത് ചോദ്യം ടീച്ചറെ, മലയാളം പഠിക്കുന്ന ഞങ്ങളോടാണോ ഇത് ചോദിക്കണേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ എനിക്ക് ചോദിച്ചേ പറ്റൂ. ഇതൊക്കെ ആരുടെ കവിതകളാണ് മക്കളെ? ഇതൊക്കെ ആരുടെ കവിതകള്? ഞാൻ വലിയ ബിൽഡപ്പ് കൊടുത്തിട്ട് യെസ്, ഇതെല്ലാം കുമാരനാശാന്റെ കവിതകളാണ്. കുമാരനാശാന്റെ കവിതകളാണ് ഇവയെല്ലാം തന്നെ. ഇനി ഈ കവിതയുടെ പ്രസിദ്ധീകരണ വർഷം പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? പ്രസിദ്ധീകരണ വർഷം അനുസരിച്ചിട്ട് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ഓരോ കവിതയുടെയും പ്രസിദ്ധീകരണ വർഷം പറഞ്ഞാൽ ലീല 1914 ദുരവസ്ഥ 1922 നളിനി 1911 ചണ്ടാല ഭിക്ഷുകിയോ 1922 ചണ്ടാല ഭിക്ഷുകി
വരുന്നത്. നളിനി 1911 വന്നിട്ടുള്ള ആശാന്റെ ഖണ്ഡകാവ്യമാണ് നളിനി. നളിനി എന്നുള്ള കൃതിക്കുള്ള മറ്റൊരു പേരെന്താ? നളിനി അല്ലെങ്കിൽ ഒരു സ്നേഹം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നളിനി എന്നുള്ള കാവ്യം, ഒരു സ്നേഹം എന്നുള്ള കാവ്യനാമം കൂടെയുള്ള കൃതിയാണിത്. ഓക്കെ, നളിനി ഏത് വൃത്തത്തിലാ? നളിനി പ്രധാനമായിട്ട് 173 ശ്ലോകങ്ങളുണ്ട്. അതിൽ 166 ശ്ലോകങ്ങളും നളിനിയിൽ എഴുതിയിരിക്കുന്നത് ഏത് വൃത്തത്തിലാ മക്കളെ? യെസ്, രഥോത്തത വൃത്തത്തിലാണ്. അതുവരെ മലയാള കവിത പരിചയിക്കാത്ത ആത്മീയ ശോഭ വഴിയുന്ന പ്രണയകാവ്യം എന്നാണ് KP ശങ്കരൻ വിശേഷിപ്പിച്ചത്. അതുവരെ മലയാള കവിത പരിചയിക്കാത്ത ആത്മീയ ശോഭ വഴിയുന്ന പ്രണയകാവ്യമാണിത് എന്ന് ഇതിനെക്കുറിച്ച്, നളിനിയെ കുറിച്ച് പറഞ്ഞത് ആരാണ്? KP ശങ്കരനാണ്. KP ശങ്കരൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നളിനിയിലെ കാവ്യശില്പം. ആശാന്റെ നളിനിയിലെ ശില്പം കണ്ടിട്ട് നളിനി കട്ടതടഞ്ഞിട്ട് നടക്കാൻ വയ്യാത്ത വയലാണ് എന്ന് പറഞ്ഞതാരാ? ആശാന്റെ നളിനിയിലെ ശില്പം മനസ്സിൽ കണ്ടിട്ട് നളിനി കട്ടതടഞ്ഞിട്ട് നടക്കാൻ കഴിയാത്ത വയലാണ്. യെസ്, വള്ളത്തോളാണ് അല്ലെ? വള്ളത്തോളാണ് പറഞ്ഞത്. ഓക്കെ, നളിനിയും ഇവാഞ്ചലിനും എന്ന താരതമ്യ പഠന ഗ്രന്ഥം ആരുടെയാ? നളിനിയും ഇവാഞ്ചലിനും എന്ന താരതമ്യ പഠന ഗ്രന്ഥം കുട്ടിക്കൃഷ്ണമാരാരുടെയാണ്. നളിനിയും ഇവാഞ്ചലിനും കുട്ടിക്കൃഷ്ണമാരാരുടേതാണ്. തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനു പ്രായമീശ്വരൻ ഇന്നു ഭാഷീത പൂർണ്ണമിങ്ങഹോ വന്നു പോം പിഴയും അർത്ഥശങ്കയാൽ. ഏതിലെ വരികളാണ്? നളിനിയിലെ വരികളാണ് കേട്ടോ. നളിനി, തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനു പ്രായമീശ്വരൻ, നളിനിയിലെ വരികളാണ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നളിനിയുമായി ബന്ധപ്പെട്ട എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. യെസ്, അടുത്ത ചോദ്യം 33ാമത്തെ ചോദ്യം. ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന യാത്രാ വിവരണ കൃതി ആരുടേതാണ്? ഹിമവാന്റെ മുകൾ തട്ടിൽ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ഹിമവാന്റെ മുകൾ തട്ടിൽ എന്നുള്ള കൃതി ആരുടേതാണ്? ആരുടേതാ? യെസ്, അതാരുടേതാണ്? രാജൻ കാക്കനാടന്റേതാണ് കേട്ടോ. മാച്ച് ദി ഫോളോയിങ് ഒക്കെ ആയിട്ട് ഒരുപാട് വട്ടം ഇത് PYQ വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? യാത്രാ വിവരണ കൃതി നോക്കൂ, ഒരു പഴയ യാത്രാ വിവരണ കൃതി പോലും ഇപ്രാവശ്യത്തെ ചോദ്യ പേപ്പറിൽ ഇല്ല. ഒക്കെ പുതിയ കൃതികളാണ്. പുതിയത് എന്ന് പറയുമ്പോൾ താരതമ്യേന പുതിയ ആയിട്ടുള്ള കൃതികളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 34ാമത്തെ ചോദ്യം. ദേവീഗ്രാമം എന്ന ചെറുകഥ എഴുതിയത് ആരാണ്? ഗ്രേസി, അഷിത, ചന്ദ്രമതി, K. രേഖ. മക്കളെ, ഈ ഒരു പാറ്റേൺ ഇല്ലേ, ഇത് നിങ്ങൾ വേണമെങ്കിൽ എഴുതി ഒട്ടിച്ച് പഠിച്ചോ. ഇവരുടെ ചെറുകഥകൾ പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രേസി, അഷിത, ചന്ദ്രമതി, K. രേഖ. പറഞ്ഞോളൂ. ആരുടേതാണ്? ദേവീഗ്രാമം എന്നുള്ള ചെറുകഥ എഴുതിയതാരെ? എല്ലാവരും ഒന്ന് ഉത്തരം പറഞ്ഞേ. ഏതെങ്കിലും ഒരു ഓപ്ഷൻ പറഞ്ഞേ. എന്താ മിണ്ടാതിരിക്കുന്നത്? കഥയായതുകൊണ്ടാണോ? നിങ്ങളൊരു ക്ലൂവും ചോദിക്കാതെ എന്ത് നല്ല പിള്ളേരാ. ഞാനൊക്കെ ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ അപ്പൊ ക്ലൂ കിടന്ന് ഓളിടും. നിങ്ങൾ എന്താ ഒന്നും ചോദിക്കാത്തെ? ദൈവം സ്വർഗത്തിൽ. അതാ ഞാൻ ക്ലൂ പറഞ്ഞു തുടങ്ങി. ദൈവം സ്വർഗത്തിൽ. പിന്നെ റെയിൻഡിയർ, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാ. റെയിൻഡിയർ, ആര്യാവർത്തനം. ഇനി ഒരു ആത്മകഥ, അത് പറഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയും. ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ആത്മകഥ. തട്ടാരംകുന്നിലെ വിഗ്രഹങ്ങൾ എന്നുള്ള കൃതി. മധ്യകാല മലയാള കവിത എന്ന കൃതിയുടെ എഡിറ്റർ. ഉത്തരം പറഞ്ഞേനി. ദൈവം സ്വർഗത്തിൽ, ആര്യാവർത്തനം, റെയിൻഡിയർ, സ്വയം സ്വന്തം, വേതാള കഥകൾ, പേരില്ലാ പ്രശ്നങ്ങൾ, ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള, റെയിൻഡിയർ. ആരുടെ കൃതികളാണ് ഇതൊക്കെ? യെസ്,
ചന്ദ്രമതിയുടെ കൃതിയാണ് ദേവീഗ്രാമം. ചന്ദ്രമതിയുടെ കൃതിയാണ് ഏത് മക്കളെ? ദേവീഗ്രാമം. ദേവീഗ്രാമം എന്നുള്ള കൃതി ആരുടേതാണ്? ചന്ദ്രമതി. ഓക്കെ, ക്ലിയർ അല്ലേ? ചന്ദ്രമതിയുടെ കൃതിയാണ് ദേവീഗ്രാമം. ഓക്കെ, അപ്പൊ ഗ്രേസിയുടെ കൃതികൾ ഏതൊക്കെയാ? ഗ്രേസിയുടെ പ്രധാനപ്പെട്ട കൃതികൾ പറഞ്ഞ. ഗ്രേസിയുടെ കഥയും നോവലും പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കാറായിട്ടുണ്ട്. ഗ്രേസി, ചന്ദ്രമതി നമ്മൾ പറഞ്ഞു. ഗ്രേസിയുടെ ഏതാ? പടിയിറങ്ങിപ്പോയ പാർവതി. ഭ്രാന്തൻ പൂക്കൾ, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഭ്രാന്തൻ പൂക്കൾ, നരകവാതിൽ, ഇതൊക്കെ ആരുടേതാണ്? ഗ്രേസിയുടെ കഥകളാണ്. ഗ്രേസിയുടെ കഥകൾ. ഇനി അക്ഷിതയുടെ കഥകൾ. കല്ലുവെച്ച നുണകൾ, ഒരു സ്ത്രീയും പറയാത്തത്, അമ്മ എന്നോട് പറഞ്ഞ നുണകൾ. കല്ലുവെച്ച നുണകളുണ്ട്, അമ്മ എന്നോട് പറഞ്ഞ നുണകളുണ്ട്, ഒരു സ്ത്രീയും പറയാത്തത്, നിലാവിന്റെ നാട്ടിൽ. ഇതൊക്കെ ആരുടെ കഥകളാണ്? അക്ഷിതയുടെ കഥകളാണ്. ഇനി കെ രേഖയുടെ കഥകൾ പറഞ്ഞേ. മാലിനി തിയേറ്റേഴ്സ്, എപ്പോഴും ചോദിക്കുന്നതാണ്. മാലിനി തിയേറ്റേഴ്സ്. ജുറാസിക് പാർക്ക്. കന്യകയും പുല്ലിംഗവും. ഇനിയുണ്ടല്ലോ ആരുടെയോ ഒരു സഖാവ്. ഇതൊക്കെ ആരുടേതാണ്? കെ രേഖ. ക്ഷമിക്കണം കേട്ടോ. കെ രേഖയുടെ കഥകളാണ്. കിട്ടിയോ? ഗ്രേസി, അക്ഷിത, ചന്ദ്രമതി, കെ രേഖ. നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. പലപ്പോഴും ഇവരുടെ കൃതികള് തിരിച്ചും മതിരിച്ചൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ പ്രിയ AS, സിത്താര AS, CS ചന്ദ്രിക ഇവരുടെ കൃതികളും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, 35ാമത്തെ ചോദ്യം. സമസ്ത കേരളം PO എന്ന കവിത രചിച്ചതാരെ? സമസ്ത കേരളം PO. സമകാലിക കൃതികളിലൂടെ കടന്നു പോകുന്ന ചോദ്യങ്ങളാണ്. ആദ്യം കഥയിലെ ചോദ്യം കണ്ടു, ഇപ്പൊ കവിതയിലേക്കും വന്നു. സമകാലീന മലയാള കവിത എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ആധുനിക മലയാള കവിത എന്ന് പറയാം. എന്ത് വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ. ഓക്കെ, സമസ്ത കേരളം PO എന്ന കവിത ആറ്റൂരാണോ, റഫീഖ് അഹമ്മദ് ആണോ, ജി ശങ്കരപ്പിള്ളയാണോ, D വിനയചന്ദ്രനാണോ? പറഞ്ഞേ. സമസ്ത കേരളം PO. B or D? ധനലക്ഷ്മി ടീച്ചർ പറയുന്നുണ്ട് B അല്ലെങ്കിൽ D ആവാനാണ് സാധ്യത. കൂടുതലൊന്നും പറയുന്നില്ല ടീച്ചർ. ഇതിൽ ഏതെങ്കിലും ഒന്നാവാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എപ്പോഴും ചോദിക്കാറുണ്ട്. ഇവരുടെ കവിതകള് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. ആരുടേതാണ്? ഉറപ്പിച്ചു പറയാൻ പറ്റുമോ ഇന്നതാണ് എന്ന്? ആരുടെ കവിതയാണ്? D വിനയചന്ദ്രന്റെ കവിതയാണ്. ഓക്കെ, D വിനയചന്ദ്രൻ. വംശഗാഥ, വീട്ടിലേക്കുള്ള വഴി. ഇനി ഏതാണ്? സമസ്ത കേരളം PO. മദനനും രമണനും തോളുരുമ്മി. ഇതെപ്പോഴും ചോദിക്കുന്നതാ. 10ാമുദയം, സൗമ്യകാശി. പിന്നെ ലോർക്കയുടെ കഥകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഇനി നരകം ഒരു പ്രേമ കവിത എഴുതുന്നു. ആരുടേതാണ്? D വിനയചന്ദ്രന്റേതാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കവിതയാണ് കേട്ടോ നരകം ഒരു പ്രേമ കവിത എഴുതുന്നു എന്നുള്ളത്. ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് D വിനയചന്ദ്രന്റെ കവിതകളുമായി ബന്ധപ്പെട്ടിട്ട്. ആറ്റൂർ രവിവർമ്മയുടെ സ്ത്രീപക്ഷ രചന ഏതാ? എപ്പോഴും ചോദിക്കാറുള്ളത്
ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ്, ഞെട്ടുവണങ്ങിയ ഒരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണിവൾ എന്നൊക്കെ പറയുന്ന ആ കവിത, ആറ്റൂരിന്റെ കവിത, ആറ്റൂർ രവിവർമ്മയുടെ സ്ത്രീപക്ഷ രചന ഏതാ മക്കളെ? എപ്പോഴും ചോദിക്കാറുള്ളതാണല്ലോ സംക്രമണം. സംക്രമണം ഈ കവിത നിർബന്ധമായിട്ടും വായിക്കണേ, നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം അത്രയും വട്ടം ഈ കവിത ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കവിത അത്രയും വട്ടം ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. യെസ്, ആറ്റൂരിന്റെ. ഇനി ആറ്റൂർ രവിവർമ്മ പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് എഴുതിയ കവിത ഏതാ? ആറ്റൂർ രവിവർമ്മ പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് എഴുതിയ കവിത. ആറ്റൂർ രവിവർമ്മ പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് എഴുതിയ കവിത. പി കുഞ്ഞിരാമൻ നായരെ കുറിച്ചിട്ട് ആറ്റൂർ എഴുതിയ കവിത മേഘരൂപൻ. മേഘരൂപൻ, മേഘരൂപൻ എന്നുള്ളത്. ഓക്കെ, അർക്കം എന്നുള്ള കവിത ആരുടേതാണ്? ആറ്റൂരിൻ്റെതാണ്. അർക്കം എന്നുള്ള കവിത ആരുടേതാണ്? ആറ്റൂരിൻ്റെതാണ്. ക്ലിയർ അല്ലേ? ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, ഇവരുടെ കവിതകൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി KGS കൂടി പറഞ്ഞേ. KGS പറയാൻ സമയമുണ്ടോ? എന്തും കൂടി KGS കൂടി പറയാം. KGSന്റെ കവിതകൾ ഏതൊക്കെയാ? കൊച്ചിയിലെ വൃക്ഷങ്ങൾ. കൊച്ചിയിലെ വൃക്ഷങ്ങൾ അല്ലേ? കൊച്ചിയിലെ വൃക്ഷങ്ങൾ നിർബന്ധമായിട്ട്, ആറ്റൂരിന്റെ സംക്രമണം പോലെ നിർബന്ധമായിട്ട്, മേഘരൂപം പോലെ നിർബന്ധമായിട്ട് വായിച്ചിരിക്കേണ്ട കവിതയാണ് KGSന്റെ കൊച്ചിയിലെ വൃക്ഷങ്ങൾ. അത് മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇനി ആറ്റൂർ റഫീഖ് അഹമ്മദ് പറഞ്ഞില്ല, സോറി. റഫീഖ് അഹമ്മദ് തോരാമഴ, ആൽമറ, മഴ കൊണ്ട് മാത്രം, പാറയിൽ പണിഞ്ഞത്, സ്വപ്നവാങ്മൂലം, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ, അഴുക്കില്ലം. ഇതൊക്കെ ആരുടെ കവിതകളാ? റഫീഖ് അഹമ്മദിന്റെ കവിതകളാണ് കേട്ടോ. റഫീഖ് അഹമ്മദ്. തോരാമഴ, ആൽമറ, മഴ കൊണ്ട് മാത്രം, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ, പിന്നെ ഏതൊക്കെയായിരുന്നു? സ്വപ്നവാങ്മൂലം, പാറയിൽ പണിതത്, അഴുക്കില്ലം. ഇതൊക്കെ ആരുടേതാണ്? റഫീഖ് അഹമ്മദിന്റെ കവിതകളാണ്. റഫീഖ് അഹമ്മദിന്റെ കവിതകൾ. യെസ്, അടുത്ത പാട്ടിലേക്ക് കടക്കുക, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 36ാമത്തെ ചോദ്യം. ഇക്കണ്ടക്കുറുപ്പ് നായകനായ ആദ്യകാല മലയാള ചെറുകഥ. എന്ത് നിസ്സാര ക്വസ്റ്റ്യൻ ആണ് നോക്കിയേ, എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ചെറുകഥ പഠിക്കുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നടയടി എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ തേങ്ങോടച്ചിട്ടൊക്കെ തുടങ്ങാന്ന് പറയില്ലേ, ഈ കഥയിൽ നിന്നാണ് എല്ലാ ക്ലാസ്സും നമ്മൾ ആരംഭിക്കാറ്. ഇക്കണ്ടക്കുറുപ്പ് നായകനായ ആദ്യകാല മലയാള ചെറുകഥ ഏത്? രാജശിക്ഷ അനുഭവിച്ചവരിൽ എന്നെപ്പോലെ എന്താ ഹീനന്മാരായ ആരുമില്ല എന്നാരംഭിക്കുന്ന കഥ. ജന്മനാ കള്ളനായ ഇക്കണ്ടവാര്യക്കുറുപ്പ് പ്രധാന കഥാപാത്രമായി എത്തുന്ന കഥ. ഏതാണ് കഥ? മദിരാശിപ്പിത്തലാട്ടാണോ, ദ്വാരകയാണോ, ഉളിപിടിച്ച കൈയാണോ, വാസനാവികൃതിയാണോ? ഏതാണ് കഥ? ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുമല്ലേ നമുക്ക്? വാസനാവികൃതിയാണ് എന്നുള്ളത്. ആരുടെ കഥയാണ് വാസനാവികൃതി? ആരുടെ കഥയാണ് വാസനാവികൃതി? ആരുടെ കഥയാണ് വാസനാവികൃതി? ആരുടെ കഥയാ? കേസരി, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ കഥയാണ് ഏത്? യെസ്, വാസനാവികൃതി. വാസനാവികൃതി എന്നുള്ള കഥ ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? 1891 ഏത് മാസികയിലെ? വിദ്യാ വിനോദിനിയിലാണ്. ഏത്? യെസ്, മലയാളത്തിൽ ആദ്യത്തെ ചെറുകഥയായി പരിഗണിക്കുന്ന വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയത് എന്ന് കരുതപ്പെടുന്ന വാസനാവികൃതി പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? മദിരാശി പിത്തലാട്ടം, പൊട്ടഭാഗ്യം, ദ്വാരക, മേനോക്കിയെ കൊന്നതാരെ, ഇതൊക്കെ ആരുടെ കഥകളാണ്? യെസ്, ആരുടെ കഥകളാണ്? കേസരി, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ കഥകളാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഇനി ഉളി പിടിച്ച കൈ. ഇവിടെ ഒരു കഥ കിടക്കുന്നുണ്ട്. ഉളി പിടിച്ച കൈ ആരുടെ കഥയാ? ഉളി പിടിച്ച കൈ ആരുടെ കഥയാ? കൈമളശന്റെ കല്യാണം, കണ്ടപ്പന്റെ കൊണ്ടാട്ടം, ഉളി പിടിച്ച കൈ, ഇതൊക്കെ ആരുടെ കഥയാ? അമ്പാടി നാരായണ പൊതുവാളിന്റെ കഥയാണ്. അമ്പാടി നാരായണ പൊതുവാൾ. ഓക്കെ, ഇടയിലൊരു കഥ ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട്. യെസ്, അടുത്ത ചോദ്യം 37ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ അയ്യപ്പൻ പത്രാധിപരായിരുന്ന മാസിക ഏത്? ഇപ്രാവശ്യം വന്നിട്ടുള്ള ചോദ്യം ഇത്തിരി ഡിസ്റ്റാണ് കേട്ടോ, മാസികയെ മുൻനിർത്തി. താഴെ പറയുന്നവയിൽ അയ്യപ്പൻ പത്രാധിപരായിരുന്ന മാസിക ഏതാണ്? അക്ഷരം എന്നുള്ള മാസികയാണ് കേട്ടോ. അക്ഷരം.
അക്ഷരം എന്നാണ് മാസികയുടെ പേര്. പത്രാധിപരായിരുന്ന മാസിക ഏതാണ്? അക്ഷരമാണ്. 38ാമത്തെ ചോദ്യം, എസ് കെ പൊറ്റക്കാടിന്റെ കൃതികളുടെ ഗണമേത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എസ് കെ പൊറ്റക്കാടിന്റെ കൃതികളുടെ ഗണമേത്? എസ് കെ പൊറ്റക്കാടിന്റെ കൃതികളുടെ ഗണം പറയൂ പറയൂ പറയൂ, വേഗം പറയൂ. എസ് കെ പൊറ്റക്കാടിന്റെ കൃതികളുടെ ഗണം ഏത്? ഏതാ? വിഷകന്യക, ഒരു തെരുവിന്റെ കഥ, ഉമ്മാച്ചു, ഏണിപ്പടികൾ, നൈൽ ഡയറി. പറഞ്ഞേ മക്കളെ. ബി 1, 2, 5. ഉമ്മാച്ചു ആരുടെ കൃതിയാ? ഉമ്മാച്ചു ആരുടെ കൃതിയാ മക്കളെ? ഉമ്മാച്ചു പറഞ്ഞേ. ഉമ്മാച്ചു ഉറൂബിന്റെ കൃതിയാണ്. ഉറൂബ്. ഓക്കെ. ഏണിപ്പടികൾ ആരുടെ കൃതിയാ? ഏണിപ്പടികള് തകഴിയുടെ കൃതിയാണ്. തകഴിയുടെ കൃതിയാണ്. അപ്പൊ വിഷകന്യക, ഒരു തെരുവിന്റെ കഥ, നെയിൽ ഡയറി ആരുടെ കൃതിയാ? വിഷകന്യക. തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റം വയനാടൻ മണ്ണാണ് വിഷകന്യകയായിട്ട് അവതരിപ്പിക്കുന്നത്. വയനാടൻ മണ്ണിനെയാണ്. അതാണ് ഏത്? വിഷകന്യക എന്നുള്ള നോവല്. ഒരു തെരുവിന്റെ കഥ നമുക്കറിയാം, മിഠായി തെരുവിന്റെ കഥ തന്നെയാണ്. ഒരു തെരുവിന്റെ കഥ എന്നുള്ളത് നോവലാണ്. നെയിൽ ഡയറി എന്താണ്? യെസ്, അതൊരു യാത്രാ വിവരണ കൃതിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? എസ് കെ പൊറ്റക്കാടിന്റെ കൃതികളുടെ ഗണമാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 5 ആണ് ശരി. ഉമ്മാച്ചു ഉറൂബിന്റേതാണ്. ഏണിപ്പടികൾ തകഴിയുടെ നോവലാണ്. ക്ലിയർ അല്ലേ? യെസ്. ലാസ്റ്റ് ചോദ്യം, ശങ്കരാചാര്യരെ കുറിച്ച് മലയാളത്തിന്റെ തല എന്ന കവിത രചിച്ചതാരെ? ശങ്കരാചാര്യരെ കുറിച്ച് മലയാളത്തിന്റെ തല എന്ന കവിത രചിച്ചതാരെ? ശങ്കരാചാര്യരെ കുറിച്ച് മലയാളത്തിന്റെ തല എന്ന കവിത രചിച്ചതാരെ? അക്കിത്തം, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, വള്ളത്തോൾ, നാലങ്കൽ കൃഷ്ണപിള്ള. PYQ ആണ്. ഓൾഡ് നെറ്റ് പേപ്പറിലൊക്കെ സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ആരാണ്? വള്ളത്തോളാണ്. മലയാളത്തിന്റെ തല ആരുടേതാണ്? വള്ളത്തോളിന്റേതാണ്. ശങ്കരാചാര്യരെ കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത ഏത് എന്ന രീതിയിലും ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ എന്താ ആൻസർ വരും? മലയാളത്തിന്റെ തല എന്നുള്ളത് ആൻസർ വരും. ഓക്കെ. അടുത്ത ചോദ്യം, നളചരിതം ആട്ടക്കഥയിലെ കഥാപാത്രം. ഞാൻ പറയുകയാണെങ്കിൽ ഇല്ലേ, നളചരിതത്തെ കുറിച്ച് വന്നിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. നളചരിതം ആട്ടക്കഥയിലെ കഥാപാത്രം. ഉത്തരൻ, കർണൻ, ബാലി, ഋതുവർണൻ. ഏതാ ഉത്തരം? ഉത്തരനാണോ? അല്ല. കർണനാണോ? അല്ല. ബാലി ഒന്നും വരുന്നേ ഇല്ല. അപ്പൊ ഏതാണ് ഉത്തരം? ഋതുവർണ മഹാരാജാവ് അല്ലെ? ഋതുവർണനാണ് അല്ലെ? യെസ്. നളചരിതം ആട്ടക്കഥയിലെ കഥാപാത്രമാണ് ആര്? ഋതുവർണൻ. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ 10 ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള എക്സ്പ്ലനേഷൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു കുഞ്ഞു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.